നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, City Tower, City Wear, City Shoes, Ankamali and Cochin Kalapavan, Ankamali franchise. ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. ടെക്നിക്കൽ പരിശോധനയ്ക്ക് തൃശൂരിൽ നിന്നുള്ള സംഘം ഷിരൂരിലേക്ക്. ഷിരൂരിൽ അർജുന്റെ രക്ഷാദൌത്യത്തിന് തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. ടെക്നിക്കൽ പരിശോധനയ്ക്ക് തൃശൂരിൽ നിന്നുള്ള സംഘത്തിന് പുറപ്പെടാൻ അനുമതി ലഭിച്ചു. ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനുമാകും ഷിരൂരിലേക്ക് പോകുക. അവിടെ എത്തി പരിശോധിച്ച ശേഷം യന്ത്രം കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. 25 അടി താഴ്ചയിൽ വരെ ചെളി നീക്കം ചെയ്യാൻ കഴിയുന്നതാണ് യന്ത്രം. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കിൽ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കും. മണിപ്പൂർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഒപ്പം അമിത്ഷായും രാജ്നാഥ് സിംഗും. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP മുഖ്യമന്ത്രിമാരുടെ യോഗത്തിന് ഇടെയാണ് ചർച്ച നടന്നത്. സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. അമിത്ഷായും രാജ്നാഥ് സിംഗും ചർച്ചയിൽ പങ്കെടുത്തു. ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയിരുന്നു കൂടിക്കാഴ്ച. മണിപ്പൂർ സംഘർഷത്തിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടുനിന്നു. മാസപ്പടി കേസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ റിവിഷൻ പെറ്റീഷനിൽ ഇന്ന് ഹൈക്കോടതിയിൽ വാദം തുടരും. മുഖ്യമന്ത്രിയും സർക്കാരും എതിർകക്ഷികളാണ്. നടന്നത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. ഇതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ബന്ധമില്ലെന്നാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം വാദിച്ചത്. കുതിരയെ ക്രൂരമായി ആക്രമിച്ചത് ക്രിമിനൽ കേസുകളിലടക്കം പ്രതികളായവർ. 3 പേരെ തിരിച്ചറിഞ്ഞു കേസെടുത്ത് പോലീസ്. കൊല്ലം പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ ഇരവിപുരം പോലീസ് കേസെടുത്തു. കുതിരയുടെ ഉടമ ഷാനവാസിന്റെ പരാതിയിലാണ് കേസെടുത്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട 3 പേരെ തിരിച്ചറിഞ്ഞതായും ഇരവിപുരം പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് അക്രമികളിൽ 3 പേരെ പോലീസ് തിരിച്ചറിഞ്ഞത്. ക്രിമിനൽ കേസുകളിലടക്കം ഉൾപ്പെട്ടവർ ചേർന്നാണ് കുതിരയെ ആക്രമിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്.
സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലുപ്പത്തിലുള്ള 3 വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 5 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സെറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. വഞ്ചിയൂർ എയർഗൺ ആക്രമണം വ്യക്തിവൈരാഗ്യം തന്നെയെന്ന് പ്രാഥമിക നിഗമനം. വഞ്ചിയൂർ എയർഗൺ ആക്രമണത്തിന് കാരണം വെടിയേറ്റ ഷിനിയോടോ കുടുംബത്തോടോ ഉള്ള വ്യക്തിവൈരാഗ്യം തന്നെയെന്ന് പ്രാഥമിക നിഗമനം. ഷിനിയുടെ മൊഴിയെടുത്തെങ്കിലും പ്രതിയിലേക്കുള്ള നിർണായക സൂചനകൾ ലഭിച്ചിട്ടില്ല. വെടിവെച്ചതിനു ശേഷം അക്രമിയുടെ കാർ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത്. വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ദേശീയപാത വഴി യാത്ര ചെയ്ത ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. പ്രതിയെ പിടികൂടാൻ വിവിധ സംഘങ്ങളായി തിരഞ്ഞുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പെരിയാറിലെ മത്സ്യക്കുരുതി കാരണം രാസമാലിന്യമെന്ന റിപ്പോർട്ട് കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാതെ അധികൃതർ. പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമാണെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. മത്സ്യമേഖലയ്ക്കാകെ 41 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. കുഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ B മധുസൂദനക്കുറുപ്പ് ചെയർമാനായ സമിതിയാണ് കണ്ടെത്തിയത്. റിപ്പോർട്ടുകൾക്ക് പിന്നാലെ റിപ്പോർട്ടുകൾ വന്നിട്ടും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും ദുരന്തത്തിന് കാരണക്കാരായ കമ്പനികൾക്കെതിരായ നടപടിയുടെ കാര്യത്തിലും ഇനിയും തീരുമാനമായില്ല. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കാർ നിയന്ത്രണം വിട്ട് തെങ്ങിലിടിച്ചു അപകടം. ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 2 പേർ മരിച്ചു. ആലപ്പുഴ കലവൂരിൽ വാഹനാപകടത്തിൽ 2 മരണം. ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 2 പേർ മരിച്ചു. ഡിവൈഎഫ്ഐ മാരാരിക്കുളം ഏരിയ സെക്രട്ടറി M രജീഷ്, മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായ അനന്തു എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് തെങ്ങിലിടിക്കുകയായിരുന്നു. രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. പാർലമെന്റ് നടപടികൾ ഇന്ന് പുനരാരംഭിക്കും. ഇരുസഭകളിലും ബജറ്റ് ചർച്ചകൾ. പാർലമെന്റ് നടപടികൾ ഇന്ന് പുനരാരംഭിക്കും. ഇരുസഭകളിലും ബജറ്റ് ചർച്ചകളാണ് ഇന്ന് പ്രധാന അജണ്ട. നീറ്റ് അടക്കമുള്ള വിവിധ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ഇരുസഭകളിലും പരിഗണനയ്ക്കെത്തും. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ കർണാടകയിലെ ഷിരൂർ രക്ഷാദൌത്യം അടക്കമുള്ള കാര്യങ്ങളും ഉന്നയിക്കും. NDAയുടെയും ഇന്ത്യ മുന്നണിയുടെയും നേതൃയോഗങ്ങളും പാർലമെന്റ് സമ്മേളനത്തിന് മുന്നേ ഇന്ന് നടക്കുന്നുണ്ട്. നടപ്പ് സമ്മേളനം ഓഗസ്റ്റ് 12-നാണ് അവസാനിക്കുക. കനത്ത മഴ. വയനാട് ജില്ലയിൽ 3 സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുണ്ടക്കയിൽ മണ്ണിടിച്ചിൽ. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ 3 സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പുത്തുമല UP സ്കൂൾ, മുണ്ടക്കൈ UP സ്കൂൾ എന്നിവയ്ക്കാണ് ഇന്ന് അവധി നൽകിയത്. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലും പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനാലുമാണ് ഈ സ്ഥലങ്ങളിലെ സ്കൂളുകൾക്ക് അവധി നൽകിയത്. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ഉൾപ്പെടെ സാധ്യതയുള്ള മലയോര മേഖലയിലെ സ്കൂളുകൾക്കാണ് അവധി നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയിരുന്നു. സംസ്ഥാനത്തെ മറ്റെവിടെയും ഇതുവരെ ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല.
മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.